ഹായ്, നമ്മളിന്ന് നോക്കുന്നത് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതിനകത്ത് ഈ സോളാർ എനർജി കളക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. സോളാർ തെർമൽ ഇലക്ട്രിക് പവർ ജനറേഷൻ പറഞ്ഞു, എനർജി സ്റ്റോറേജ് പറഞ്ഞു. എനർജി സ്റ്റോറേജിൽ തന്നെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഒരു സോളാർ പോണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം സോളാർ സെല്ലിനെ പറ്റിയിട്ടും പിന്നെ ഈ സോളാർ എനർജീൻ്റെ ആപ്ലിക്കേഷൻസ് ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ നമുക്ക് സോളാർ പോണ്ട് എന്താണെന്ന് നോക്കാം. സോളാർ പോണ്ട് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, അതൊരു ടൈപ്പ് ഓഫ് പോണ്ടാണ്. പോണ്ട് മീൻസ് ഒരു വാട്ടർ ബോഡിയാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് സോളാർ എനർജി വളരെ വലിയ തോതിൽ കുറഞ്ഞ ചെലവിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ സോളാർ പോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാച്ചുറലി ഉള്ളൊരു ഇതുപോലത്തെ ഒരു സംഭവത്തിൽ നിന്നാണ് നമ്മളിത് ഫസ്റ്റ് ആയിട്ട് ഇൻവെന്റ് ചെയ്യുന്നത്. ഈ സോളാർ പോണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞത് നാച്ചുറലി ഇതേപോലെ ഒരു സംഭവം കണ്ടതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ദ കൺസെപ്റ്റ് ഓഫ് സോളാർ പോണ്ട് വാസ് ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ ലേക്സ് where the temperature rises towards the bottom. അതായത് ഒരു ലേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ മോൾ ഭാഗത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും, അടിയിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. അങ്ങനെ നാച്ചുറലി ഉള്ള ചില പോണ്ടുകളിൽ കണ്ട സമയത്താണ് ഇങ്ങനൊരു സംഭവം ആൾക്കാർ സ്റ്റഡി ചെയ്തത്, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയത്. അപ്പൊ ഇത് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പോണ്ടിന്റെ അകത്ത് സോൾട്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാവും. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂ ടു നാച്ചുറൽ സോൾട്ട് ഗ്രേഡിയന്റ് ഇൻ ദീസ് ലേക്സ്. ഈ പറഞ്ഞ ലേക്കുകളിൽ സോൾട്ട് ഗ്രേഡിയന്റ്, അതായത് സോൾട്ടിന്റെ കണ്ടന്റ് നാച്ചുറലി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിന്റെ മോൾ ഭാഗത്തുള്ള വെള്ളത്തിന് ഡെൻസിറ്റി കുറവായിരിക്കും, അടിയിലേക്ക് പോകുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പൊ അതാണ് ഒരു സോളാർ പോണ്ട് അതിനകത്ത് ടെമ്പറേച്ചറിന്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവാൻ കാരണം. അപ്പൊ സോളാർ പോണ്ടിന്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഈ ഫിഗർ വെച്ചിട്ട് തന്നെ ഒന്ന് പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് ഒരു ലെയർ ഉണ്ട്, അതിന് പറയുന്നതാണ് അപ്പർ കൺവെക്റ്റീവ് സോൺ. മിഡിൽ ഒരു ലെയർ ഉണ്ട്, അതാണ് നോൺ കൺവെക്റ്റീവ് സോൺ. അതേപോലെ ഏറ്റവും അടിഭാഗത്ത് ലോവർ കൺവെക്റ്റീവ് സോൺ. ഇങ്ങനെ 3 സോൺസ് ഉണ്ട്. അപ്പൊ ഈ സോണ് ഇതിനകത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലെയർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏതാണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഇനീഷ്യലി ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്യുവർ വാട്ടർ ആണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കംപ്ലീറ്റ്ലി പ്യുവർ വാട്ടർ ആണ് ആദ്യം ഉണ്ടാവുക. അതിനകത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു സോൾട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് നമ്മുടെ സാധാ സോൾട്ട് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ സോൾട്ട് ഈ വാട്ടർ പാർട്ടിക്കിൾസിന്റെ കൂടെ അറ്റാച്ച് ആവും. ആ സമയത്ത് ഈ വാട്ടർ പ്ലസ് സാൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മോളിക്യൂളായിട്ട് നിൽക്കും. അപ്പൊ അതിന്റെ വെയിറ്റ് കമ്പയർ ടു പ്യുവർ വാട്ടർ കുറവായിരിക്കും. ഇപ്പൊ ഡെൻസിറ്റി കൂടിയ സോൾട്ടും വാട്ടറും മിക്സ് ആയ സംഭവങ്ങൾ, അതായത് ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ലേക്കിന്റെ ഏറ്റവും അടിഭാഗത്ത് പോയിട്ട് നിൽക്കും. അതിനേക്കാളും കുറച്ച് ഡെൻസിറ്റി കുറവായിരിക്കും അതിന്റെ മോൾ ഭാഗത്തേക്കൊക്കെ. അതാണ് ഈ ഒരു രണ്ടാമത്തെ സോണ്. ഇപ്പൊ ഹയസ്റ്റ് ഡെൻസിറ്റി ഉണ്ടാവുക ഇവിടെയാണ്. ഇവിടെ ഒരു മീഡിയം ഡെൻസിറ്റി ആണ്. ഇവിടെ ഏറ്റവും ഡെൻസിറ്റി കുറവ്, അതായത് കമ്പാരിറ്റീവ്ലി പ്യുവർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഈ ഒരു മോൾ ഭാഗത്ത് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ സണ്ണിനെ കാണാം. ഇപ്പൊ സൺലൈറ്റ് ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 1 to 2 മീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് സൺലൈറ്റ് ഇവിടുന്ന് വരുന്ന സമയത്ത് സൺലൈറ്റ് ഈ ഒരു വാട്ടർ വഴി പാസ് ചെയ്തിട്ട് ഈ ഒരു അടിഭാഗത്തേക്ക് എത്തും. ഈ ഒരു അടിഭാഗം നമ്മൾ ഇതിനൊരു ബ്ലാക്ക് കളറായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. ഇനി ഇത് അല്ലെങ്കിൽ പല കണ്ടാമിനേഷൻ കാരണമൊക്കെ ഓട്ടോമാറ്റിക്കലി അതൊരു ഡാർക്ക് കളറായിട്ട് മാറും. അപ്പൊ അങ്ങനെ ആ ഒരു ഡാർക്ക് കളറിലേക്ക് ഈ ഒരു സൺലൈറ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു അടിഭാഗം അത് ചൂടാക്കും. ഈ ചൂടായ ബോട്ടം സർഫസ് അതിന്റെ തൊട്ടടുത്തുള്ള വാട്ടറിനെയും ഹീറ്റ് ആക്കും. അപ്പൊ ഈ ഒരു ഏറ്റവും അടിഭാഗത്തുള്ള ഈ ഒരു ലെയർ എന്താവും, ഹീറ്റ് ആവും. ഹീറ്റ് ആവുന്ന സമയത്ത് നോർമലി ഈ മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ സോൾട്ടും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പം കമ്പയർഡ് ടു പ്യുവർ വാട്ടർ ഇതിന്റെ ഡെൻസിറ്റി ഓൾറെഡി വളരെ ഹൈ ആണ്. കാരണം സോൾട്ട് പാർട്ടിക്കിളും ഓരോ മോളിക്യൂൾസ് ഓഫ് വാട്ടറിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സൺലൈറ്റിന്റെ ഹീറ്റിംഗ് കാരണം ഡെൻസിറ്റി കുറയുന്നുണ്ടെങ്കിലും ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞത് കാരണം മുകളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ മോൾ ഭാഗത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റി ഇത് ഹീറ്റ് ആയ മോളിക്യൂൾസിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പം ഈ ഒരു ഹയർ ഡെൻസിറ്റി കാരണം ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നാച്ചുറലി ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം സോൾട്ട് കണ്ടന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ അടിഭാഗത്തുള്ള വാട്ടർ പാർട്ടിക്കിൾ ഹീറ്റ് ആവുന്ന സമയത്ത് അതിന്റെ ഡെൻസിറ്റി കുറയും, അത് മുകളിലേക്ക് പോകും, സിമ്പിൾ ആയിട്ട് മുകളിലേക്ക് പോകും.
പക്ഷെ ഈ ഒരു കേസിൽ ഇതിന്റെ കൂടെ സോൾട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇതിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നാച്ചുറലി നടക്കുന്ന ഒരു കൺവെക്ഷൻ പ്രോസസ്സ് ഇവിടെ എന്തായി, സ്റ്റോപ്പായി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെയുള്ള ആ ഒരു സോൾട്ട് പാർട്ടിക്കിൾ ആണ്. അപ്പം ഇവിടുന്ന് വരുന്ന ഹീറ്റ് കംപ്ലീറ്റ് ഇവിടെ തന്നെ സ്റ്റോർ ആയിട്ട് നിൽക്കും. ആ ഒരു ഹീറ്റിന് ഒരിക്കലും മുകളിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഹീറ്റ് സ്റ്റോർ ചെയ്യുന്നതാണ് ഒരു സോളാർ പോണ്ടിന്റെ കറക്റ്റ് വർക്കിംഗ്. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ്ലി മോൾ ഭാഗത്തിലേക്കാണ് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും ഈ ഒരു സൈഡിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിനെ നമുക്കൊരു കോൾഡ് ഫ്ലൂയിഡ് ഇതിനകത്തേക്ക് കടത്തി വിട്ടിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതാണ് ഒരു സോളാർ പോണ്ടിന്റെ വർക്കിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ. ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻ സോൾട്ട് കോൺസെൻട്രേഷൻ ലേക്സ് കൺവെക്ഷൻ ഡസ് നോട്ട് ഒക്കർ ആൻഡ് ദ ഹീറ്റ് ലോസ് ഫ്രം ദ ഹോട്ട് വാട്ടർ ടേക്ക് പ്ലേസ് ഓൺലി ബൈ കണ്ടക്ഷൻ. അതായത് അടിഭാഗത്തുള്ള ആ ഒരു വാട്ടർ പാർട്ടിക്കിളൈസ് വാട്ടറിലേക്ക് ഹീറ്റ് വരും നമ്മൾ പറഞ്ഞു. ആ ഹീറ്റ് ആയ സംഭവം മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഡെൻസിറ്റി ഡിഫറൻസ് കാരണം മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് കൺവെക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് അവിടെ നടക്കൂല. ആകെ കണ്ടക്ഷൻ മാത്രം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തൊട്ടടുത്തുള്ള പാർട്ടിക്കിൾ ഹീറ്റ് കൈമാറി ആ ഒരു ലോസ് മാത്രമേ ഉണ്ടാവൂ. കണ്ടക്ഷൻ മാത്രമേ ഉണ്ടാവൂ. അവിടെ കൺവെക്ഷൻ പ്രോസസ്സ് നടക്കൂല. ദിസ് ടെക്നിക് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ കളക്ടിങ് ആൻഡ് സ്റ്റോറിംഗ് സോളാർ എനർജി. An artificially designed pond filled with salt water maintaining a definite concentration gradient is called solar pond. ഓൾറെഡി നമ്മൾ പറഞ്ഞു സോളാർ പോണ്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഒരു പോണ്ടിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് അതിനകത്ത് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യും. അതിനാണ് നമ്മൾ സോളാർ പോണ്ട് എന്ന് പറയുന്നത്. ടോപ്പ് ലെയർ റിമെയിൻസ് അറ്റ് എ ആംബിയന്റ് ടെമ്പറേച്ചർ വൈൽ ദ ബോട്ടം ലെയർ അറ്റൈൻ മാക്സിമം ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 70 to 90. മോൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ് പ്യുവർ വാട്ടർ ആണ് ഉണ്ടാവുക. അവിടെ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ആയതുകൊണ്ട് ആ ഒരു ടെമ്പറേച്ചറിൽ ആംബിയൻ ടെമ്പറേച്ചറിലാണ് കീപ്പ് ചെയ്യുക. അടിഭാഗത്തേക്ക് പോകുമ്പോൾ ഡെൻസിറ്റി കൂടും. ഏറ്റവും ബോട്ടം ലെയറിൻ്റെ അകത്ത് ഹയർ ഡെൻസിറ്റി ആയിരിക്കും. അവിടേക്കാണ് നമ്മുടെ തെർമൽ എനർജി സ്റ്റോർ ആവുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ അറൗണ്ട് 70 to 90 ഡിഗ്രി വരെ എത്തുന്നുണ്ട്. Then for extracting heat energy from the pot, hot water is taken out continuously from the bottom and returned after passing through heat exchanger. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൈപ്പ് വഴി നമ്മൾ അല്ലെങ്കിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി ഇൻലെറ്റ് വഴി കോൾഡ് വാട്ടറിനെ കടത്തി വിട്ടിട്ട് ഈ ഒരു ബോട്ടം സോണിലുള്ള ഹീറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് ഹോട്ട് വാട്ടർ ആക്കിയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അതിങ്ങനെ കണ്ടിന്യൂസ്ലി അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് ഹീറ്റിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. Then the key feature of salt water solar pond is that it has increasing amount of salt dissolved in water with depth. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഡെപ്തിനനുസരിച്ച് സോൾട്ടിന്റെ കണ്ടന്റ് കൂടി വരും. Then the salinity and hence density of each level of the pond is thus increased with depth. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളാർ പോണ്ടിന്റെ ഏറ്റവും മോൾ ഭാഗത്തുള്ള ഒരു ഫ്രഷ് വാട്ടർ ഉണ്ട്. അതിന് താഴെ വരുന്നത് അതിന്റെ ഡെൻസിറ്റി കൂടും, അല്ലെങ്കിൽ സോൾട്ടിന്റെ കണ്ടന്റ് താഴേക്ക് പോകുന്നതനുസരിച്ച് കൂടി വരും. ആ ഒരു ലെയറിന് പറയുന്ന പേരാണ് സോൾട്ട് സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ സലിനിറ്റി ഗ്രേഡിയന്റ് സോൺ എന്ന് പറയും. അപ്പം ഏറ്റവും മുകളിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. സോൾട്ടിന്റെ കണ്ടന്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതൊരു ഷാലോ ആയിട്ടുള്ള ഡെപ്ത് അതിനകത്ത് ഉണ്ടാവും. അതിന് 10 to 20 സെന്റിമീറ്റർ ഒക്കെ മാക്സിമം അതിനൊരു ഹൈറ്റ് ഉണ്ടാവും. അതിന്റെ താഴെ തൊട്ടിട്ട് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ സോൾട്ടിന്റെ കണ്ടന്റ് കൂടി വരും. അങ്ങനെ കൂടി വരുന്ന ആ ഒരു സോണിനാണ് നമ്മൾ പറയുന്നത് സലിനിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ സോൾട്ട് സ്റ്റെബിലൈസ്ഡ് സോൺ എന്ന് പറയാം. ഇതിന്റെ താഴെ ആയിരിക്കും ഈ സലിനിറ്റി ഗ്രേഡിയന്റ് സോണിന് താഴെ ആയിരിക്കും ഒരു നിയർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സാൾട്ട് സൊല്യൂഷൻ കിട്ടുന്നത്. അതായത് ഏറ്റവും അടിഭാഗത്ത് അവിടെയാണ് ഹയസ്റ്റ് ഡെൻസിറ്റി ഉണ്ടാവുക. അതേപോലെ ഈ ഒരു നിയർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മുടെ തെർമൽ എനർജി സ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്റ്റോറേജ് സോൺ എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞത് ഏറ്റവും മുകളിലത്തെ ഒരു സോൺ ഉണ്ട്, അതാണ് ഈ പറഞ്ഞത് ലോ സലിനിറ്റി. അവിടെ ഏറ്റവും ഫ്രഷോ ലോ സലിനിറ്റി, അവിടെ ഫ്രഷ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സലിനിറ്റിയുള്ള വാട്ടർ ആയിട്ട് ഉണ്ടാവുക. അതിന് നമ്മൾ സർഫസ് സോൺ എന്ന് പറയും. അപ്പം ഏറ്റവും മുകളിലത്തതിന് നമ്മൾ സർഫസ് സോൺ എന്ന് പറയും. അതിന്റെ അടിഭാഗത്തുള്ളതിന് സോൾട്ട് സ്റ്റെബിലൈസ്ഡ് അല്ലെങ്കിൽ സലിനിറ്റി ഗ്രേഡിയന്റ് സോൺ എന്ന് പറയും. ദെൻ നമ്മൾ ഏറ്റവും അടിഭാഗത്തുള്ള സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഏരിയക്ക് നമുക്ക് സ്റ്റോറേജ് സോൺ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ 3 സോൺസ് ആണ് ഉണ്ടാവുക. അതിന്റെ വേറെ 3 പേരുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കൺവെക്റ്റീവ് സോൺ, നോൺ കൺവെക്റ്റീവ് സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Then the storage zone is typically 1 or 2 meters thick. അതായത് സ്റ്റോറേജ് സോൺ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 1 to 2 മീറ്റർ ആയിരിക്കും അതിന്റെ തിക്നെസ് വരിക. ദെൻ
ഓവറാൾ അതിന്റെ ഡെപ്ത് പറയുകയാണെങ്കിൽ ഒരു അറൗണ്ട് 2 മീറ്റർ അല്ലെങ്കിൽ അതിനെ കൂടുതൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർഫസ് സോൺ ഒരു 10 to 20 സെന്റിമീറ്റർ, ദെൻ ആ ഒരു സാൾട്ട് സ്റ്റെബിലൈസ്ഡ് സോൺ അല്ലെങ്കിൽ മിഡിൽ സോൺ എന്ന് പറയുന്നത് അറൗണ്ട് 1 മീറ്റർ, ദെൻ ഏറ്റവും ബോട്ടം സോൺ ഒരു 1 മീറ്റർ. അങ്ങനെ നോക്കുന്ന സമയത്ത് അറൗണ്ട് 2 മീറ്റർ ആയിരിക്കും എന്റെ തിക്നെസ് വരിക. ദെൻ തിക്നെസ് ഇപ്പം മൊത്തത്തിൽ കൂടുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റോറേജ് സോണിന്റെ നോക്കിക്കഴിഞ്ഞാൽ 2 മീറ്റർ വരെ തിക്കാവാം. അങ്ങനെ 2 മീറ്റർ തിക്ക് അതിന് മാത്രം വരികയാണെങ്കിൽ ആ ഒരു സോളാർ പോണ്ടിന് അറൗണ്ട് ഒരു 4 മീറ്റർ തിക്നെസ് വരും. അപ്പൊ ടിപ്പിക്കലി ഒരു 2 to 4 മീറ്റർ ആണ് ഒരു സോളാർ പോണ്ടിന്റെ മൊത്തം ഹൈറ്റ് വരും. Much of the incoming solar radiation reaches the storage zone at the bottom of the pond where it heats up and concentrate salt solution there. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സൺലൈറ്റ് വന്നിട്ട് ഈ ഒരു കോൺസെൻട്രേഷൻ കൂടിയ സ്റ്റോറേജ് സോൺ, ഈ ഒരു സ്റ്റോറേജ് സോണിലാണ് നമ്മുടെ തെർമൽ എനർജി സ്റ്റോർ ആകുന്നത്. Heat loss upwards in the pond from the storage zone is prevented since the natural convection current in the gradient zone is suppressed. അതായത് ഈ ഒരു ഭാഗത്തുള്ള ഹീറ്റ് മുകളിലേക്ക് പോകുന്നത്, അതിനാണ് നാച്ചുറൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വാട്ടർ പാർട്ടിക്കിൾസ് ഇവിടുന്ന് മുകളിൽ പോയിട്ട് ഹീറ്റ് നഷ്ടപ്പെടുന്നതിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു കൺവെക്ഷൻ ഹീറ്റ് ലോസ് ഇവിടെ പ്രിവെന്റ് ചെയ്യും. കാരണം ഈ ഒരു നടുഭാഗത്തുള്ള ഗ്രേഡിയന്റ് സോൺ ഈ ഒരു പാർട്ടിക്കിൾസിന്റെ മുകളിലേക്ക് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു ബോട്ടം സൈഡിൽ തന്നെ ടെമ്പറേച്ചർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഈ ഒരു 3 സോണിനെ പറ്റി പറയാണ്. ദ 3 സോൺസ് ഓഫ് ദ സോളാർ പോണ്ട് എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പർ കൺവെക്റ്റീവ് സോൺ ആണ്, അവിടെ ക്ലിയർ ഫ്രഷ് വാട്ടർ ആണ് ഉണ്ടാവുക. ആക്ട് ആസ് സോളാർ കളക്ടർ, അവിടെയാണ്, അതുവഴിയാണ് നമ്മുടെ സോളാർ എനർജി കളക്ട് ചെയ്ത് വരുന്നത്. ആൻഡ് വിച്ച് ഈസ് റിലേറ്റീവ്ലി ദ മോസ്റ്റ് ഷാലോ, അതായിരിക്കും ഏറ്റവും ഡെപ്ത് കുറഞ്ഞിട്ടുള്ള ഏരിയ അതായിരിക്കും. ആൻഡ് ജനറലി ക്ലോസ് ടു ആംബിയൻ ടെമ്പറേച്ചർ, അവിടുത്തെ ടെമ്പറേച്ചർ ആംബിയൻ ടെമ്പറേച്ചറിന് ക്ലോസ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ സോണാണ് ഗ്രേഡിയന്റ് സോൺ, വിച്ച് സെർവ് ആസ് നോൺ കൺവെക്റ്റീവ് സോൺ. അവിടെയാണ് നമ്മുടെ കൺവെക്ഷൻ പ്രോസസ്സിനെ അത് പ്രിവെന്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് മച്ച് തിക്കർ ആൻഡ് ഓക്യുപ്പൈസ് മോർ ദാൻ ഹാഫ് ഡെപ്ത് ഓഫ് ദ സോളാർ പോണ്ട്. സോളാർ പോണ്ടിന്റെ പകുതി ഡെപ്തോളം ഉണ്ടാവുക ഈ ഒരു നോൺ കൺവെക്റ്റീവ് സോൺ ആണ്. സോൾട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ദ ഡെപ്ത്. ഈ ഒരു ഗ്രേഡിയന്റ് സോണിന്റെ ടോപ്പ് സൈഡിൽ സോൾട്ട് കണ്ടന്റ് കുറവായിരിക്കും, അടിഭാഗത്തേക്ക് പോകുന്നതനുസരിച്ച് സോൾട്ട് കണ്ടന്റ് കൂടി കൂടി വരും. Then the lower convective zone with the denser salt concentration, അവിടെയാണ് നിയർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് വാട്ടർ ഉണ്ടാവുക. സെർവിങ് ആസ് ദ ഹീറ്റ് സ്റ്റോറേജ് സോൺ, അവിടെയാണ് ഹീറ്റ് സ്റ്റോർ ആവുന്നത്. ഓൾമോസ്റ്റ് ആസ് തിക്ക് ആസ് ദ മിഡിൽ നോൺ കൺവെക്റ്റീവ് സോൺ, അതായത് ഈ ഒരു മിഡിൽ നോൺ കൺവെക്റ്റീവ് സോണിന്റെ അത്ര തന്നെ തിക്നെസ് ഇതിന് ഉണ്ടാവും. സോൾട്ട് കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ആർ നിയർലി കോൺസ്റ്റന്റ് ഇൻ ദി സോൺ. ഇവിടെ സോൾട്ട് കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും, അത് നിയർലി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ആയിരിക്കും ഏറ്റവും ഹൈ, അറൗണ്ട് ഒരു 90 to 70 ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യും. അത്രയാണ് നമുക്ക് സോളാർ പോണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം ഫോർ പവർ ജനറേഷൻ. ഇതിനകത്ത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും, നമ്മുടെ PV പാനൽസ് വെച്ചിട്ടാണ് നമ്മൾ പവർ ജനറേഷൻ ഇവിടെ നോക്കുന്നത്. ഫോട്ടോ വോൾട്ടൈക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ വോൾട്ടൈക്സ് ആർ ബെസ്റ്റ് നോൺ മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക് പവർ ബൈ യൂസിങ് സോളാർ സെൽ. ഫോട്ടോ വോൾട്ടൈക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സോളാർ സെല്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഫോട്ടോ വോൾട്ടൈക് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും നടക്കുന്ന പറഞ്ഞാൽ സണ്ണിനകത്തുള്ള അല്ലെങ്കിൽ സൺലൈറ്റിലുള്ള എനർജീനെ നമ്മൾ ഈ ഒരു ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് വെച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. The photovoltaic effect is a process that generates voltage or electric current in a solar cell when it is exposed to sunlight. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. അതായത് സൺലൈറ്റിലുള്ള എനർജി നമ്മുടെ സോളാർ സെല്ലിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് എന്ന് പറയാം. ദെൻ ഒരു സോളാർ സെല്ല് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ്. അതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്, ഫാബ്രിക്കേറ്റഡ് ഇൻ എ മാനർ വിച്ച് ജനറേറ്റ് എ വോൾട്ടേജ് വെൻ സോളാർ റേഡിയേഷൻ ഫോൾസ് ഓൺ ഇറ്റ്. അപ്പൊ ഇതാണ് ഒരു സോളാർ സെല്ല് എന്ന് പറയുന്നത്. ഇതൊരു സെമി കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറെ സെല്ലുകളെ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാനൽ ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു സോളാർ പാനലാണുള്ളത്, അതിന് മൊഡ്യൂൾ എന്നാണ് പറയാം. ഇപ്പൊ ഒരുപാട് സെല്ലുകൾ, ഇപ്പൊ ഇവിടെ ഒരു സെല്ല്, 2 സെല്ല്, 3 സെല്ല്, അങ്ങനെ ഒരുപാട് സെല്ലുകൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ് നമ്മളൊരു സോളാർ ഒരു പാനൽ അഥവാ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് മൊഡ്യൂളുകൾ നമ്മൾ വെച്ചിട്ടാണ് ഒരു അറേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലാണ്. അങ്ങനെ ഒരുപാട് സെല്ല് വെച്ചാൽ നമുക്കൊരു മൊഡ്യൂൾ കിട്ടും. ഒരുപാട് മൊഡ്യൂൾസ് വെക്കുന്ന സമയത്ത് നമുക്കൊരു അറേ കിട്ടും.
ഇങ്ങനെ ഒരു അറേ ആയിരിക്കും നമ്മളൊരു സോളാർ എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ അറേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. Then a photovoltaic system is composed of one or more solar panels. അതാണ് പറഞ്ഞത് ഒരു solar array combined with an inverter and other electrical and mechanical hardware that use energy from the sun to generate electricity. അപ്പോൾ ഇവിടെ ഒരു സോളാർ ഫോട്ടോവോൾട്ടൈക് സിസ്റ്റത്തിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കമ്പോണൻസ് ആണ് മുകളിൽ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഒരു അറേ ഉണ്ടാവും, ഒരു സോളാർ പാനൽസിന്റെ ഒരു അറേ ഉണ്ടാവും. ദെൻ അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചാർജ് കൺട്രോളർ ഉണ്ടാവും. ദെൻ ഇതിനകത്തുനിന്ന് വരുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്ററി ഉണ്ടാവും. ദെൻ ഈ ഒരു ബാറ്ററിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇൻവെർട്ടർ ഉണ്ടാവും. ഇൻവെർട്ടറിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഇൻവെർട്ടർ പോലെ തന്നെ DC കറണ്ടിനെ AC കറണ്ട് ആക്കലാണ് അതിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു സോളാർ പാനലിൽ പകൽ സമയത്ത് സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് നിന്നുണ്ടാവും വോൾട്ടേജ് ഉണ്ടാവും. പക്ഷെ ഈ വരുന്ന ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. കാരണം സൺലൈറ്റിന്റെ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കൂല. അപ്പൊ ഇതിനകത്ത് വരുന്ന സൺലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതിനകത്ത് വോൾട്ടേജ് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു 12 വോൾട്ടിന്റെ പാനൽ ആണെങ്കിൽ അതിനകത്ത് ചിലപ്പം വരുന്നത് ഒരു സമയത്ത് വരിക ചിലപ്പം 20 വോൾട്ട് ആയിരിക്കും, ചില സമയത്ത് വരുന്നത് 14 വോൾട്ട് ആയിരിക്കും, ചില സമയത്ത് 15 വോൾട്ട് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് വോൾട്ടേജുകളാണ് ഇതിനകത്ത് പുറത്തേക്ക് വരിക. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള DC വോൾട്ടേജ് നമ്മളൊരു ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കും. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ഒരു സ്റ്റഡി ആയിട്ട് വെക്കണം. കാരണം ബാറ്ററി എന്ന് പറയുന്നത് ഒരു 12 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ മാക്സിമം അതിനകത്തൊരു 14.4 അല്ലെങ്കിൽ ഒരു 14.5 വോൾട്ടേജ് ഒക്കെയാണ് അതിനകത്ത് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുക. അതിനേക്കാളും വലിയ വോൾട്ടേജ് ബാറ്ററിയിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി കേടാവും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർജ് കൺട്രോളർ വെക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന വാരിങ് വോൾട്ടേജിനെ ബാറ്ററിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ചാർജ് കൺട്രോളറിന്റെ ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ചാർജ് ആയിട്ട് ബാറ്ററി ഫുൾ ആയി കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്താലും ബാറ്ററി കേടാവും. അപ്പൊ അതിനെയും പ്രിവെന്റ് ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷനാണ്? ഈ ഒരു ചാർജ് കൺട്രോളറിന്റെ ഫംഗ്ഷനാണ്. ചാർജ് കൺട്രോളറിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. ഈ ബാറ്ററി ഓവർ ചാർജ് ആകുന്നത് പ്രിവെന്റ് ചെയ്യും, ബാറ്ററിന്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ് ഈ ഒരു ചാർജ് കൺട്രോളർ. ദെൻ ബാറ്ററി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് വരുന്നത് DC ആണ്, ഇതിന്റെ പുറത്തേക്ക് വരുന്നതും DC ആണ്, ബാറ്ററിയിൽ സ്റ്റോർ ആയി കഴിയുന്നതും DC ആണ്. അപ്പൊ DC വോൾട്ടേജ്, ഡയറക്റ്റ് കറണ്ട് വോൾട്ടേജ് ആണ് ഇവിടെ വരെ വരുന്നത്. ദെൻ നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് AC വോൾട്ടേജ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻവെർട്ടർ. അപ്പൊ ഇൻവെർട്ടർ ഈ DC വോൾട്ടേജിനെ AC വോൾട്ടേജ് ആക്കിയിട്ട് പുറത്തേക്ക് തരും. ദെൻ നമ്മൾ ഒരു AC സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കും. ഇനി ആ ഒരു സ്വിച്ച് ബോർഡിനകത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസിനും വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വോൾട്ടേജ് എടുക്കാൻ പറ്റും. ദെൻ ഈ ഒരു സമയത്ത് ചിലപ്പം എക്സ്ട്രാ ആയിട്ട് വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആണ്, എക്സ്ട്രാ ആയിട്ട് എനർജി അവൈലബിൾ ആണെങ്കിൽ നമുക്കത് നേരെ പവർ ഗ്രിഡിലേക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രിസിറ്റി മീറ്റർ വഴി നമ്മൾ പവർ ഗ്രിഡിലേക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യും. ഇങ്ങനെ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും. ഇനി ഇൻ കേസ് നമുക്ക് ഈ ഒരു സോളാർ എനർജി കിട്ടിയില്ല, ദാറ്റ് മീൻസ് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് ഇതുവഴി വരുന്ന AC നമുക്ക് കിട്ടുന്നില്ല, ആ ഒരു സമയത്ത് നമുക്ക് നേരെ ഈ ഗ്രിഡിന്റെ അകത്തുനിന്ന് ഇതുവഴി ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം. ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫിഗർ വരച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസും എന്താണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. Then solar cell produce direct current electricity from the sunlight. Solar cell ന്റെ അകത്തുനിന്ന് ഡയറക്റ്റ് കറണ്ട് ആണ് ഉണ്ടാവുക. സ്റ്റോറേജ് ബാറ്ററീസ് ആർ പ്രൊവൈഡഡ് ഫോർ ബാക്കപ്പ് പവർ. ഇതിന്റെ കൂടെ സോളാർ സ്റ്റോറേജ് ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സോളാർ എനർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then batteries are charged during the day when the solar energy is available. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Then microprocessor based charge controller will monitor the voltage and temperature of the battery and regulate the input and output current to prevent overcharging and excessive discharge. Yes, excessive discharge കൂടെ അവിടെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജ് കൺട്രോളറിന്റെ ഫംഗ്ഷൻ ഒരുപാട് ഉണ്ടെന്ന്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ചാർജ് ചെയ്യുന്നത് ഓവർ ചാർജ് ആവുന്നതിനെ പ്രിവെന്റ് ചെയ്യും, അതേപോലെ ചാർജിങ് വോൾട്ടേജിനെ പ്രിവെന്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സസീവ് ഡിസ്ചാർജിങ്, അതായത് ബാറ്ററി ഇപ്പൊ 12 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ 11 വോൾട്ടിനേക്കാളും താഴെ പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതും അത് പ്രിവെന്റ് ചെയ്യും. Then the inverter is provided for converting DC power from battery
ഫോർ PV array ടു AC പവർ. ഇൻവെർട്ടർ എന്തിനാ യൂസ് ചെയ്തത്? DC കറണ്ടിനെ AC കറണ്ട് ആക്കി മാറ്റാൻ വേണ്ടി. കാരണം നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്നതൊക്കെ AC ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ DC-നെ AC ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. എക്സസ് എമൗണ്ട് ഓഫ് ജനറേറ്റഡ് AC കറണ്ട് ക്യാൻ ബി സപ്ലൈ ടു ദ ഗ്രിഡ്. എക്സസ് ആയിട്ട് നമ്മൾ AC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു ഇലക്ട്രിസിറ്റി മീറ്റർ വഴി ഗ്രിഡിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനുള്ള എന്ത് കിട്ടും? പൈസ കിട്ടും. ദെൻ അടുത്തായിട്ട് ഒരു സോളാർ സെല്ല് എന്താണെന്നാണ്. അപ്പോൾ ഒരു സോളാർ സെല്ല് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു PV പാനൽ സിസ്റ്റത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സോളാർ സെല്ല്. അവിടെയാണ് ഫോട്ടോ വോൾട്ടൈക് എഫക്ട് വെച്ചിട്ട് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പം എ സോളാർ സെൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ദ എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിസിറ്റി ബൈ ദ ഫോട്ടോ വോൾട്ടൈക് എഫക്ട്. അപ്പോൾ ഫോട്ടോ വോൾട്ടൈക് എഫക്ട് വെച്ചിട്ട് സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവത്തിനാണ് നമ്മൾ സോളാർ സെൽ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ സോളാർ സെൽ ഡിവൈസ് ആർ ഓഫൺ ദ ഇലക്ട്രിക്കൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫോട്ടോ വോൾട്ടൈക് മൊഡ്യൂൾ അല്ലെങ്കിൽ പാനൽ. അപ്പം സോളാർ സെല്ലാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. Then a few semiconductor materials such as silicon, cadmium sulfide and gallium arsenide are used for fabricating solar cell. സോളാർ സെൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിലിക്കൺ യൂസ് ചെയ്യും, അതേപോലെ കാഡ്മിയം സൾഫൈഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിലിക്കൺ തന്നെയാണ്. സിലിക്കൺ ഈസ് ദ മോസ്റ്റ് കോമൺ സെമി കണ്ടക്ടർ യൂസ്ഡ് ഇൻ സോളാർ സെൽ, റെപ്രസെന്റിങ് അപ്രോക്സിമേറ്റ് 95%, അതായത് 95% നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിലിക്കൺ തന്നെയാണ്. ദെൻ ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സ് മെയിൻലി രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് എന്നാണ്. അതായത് നമുക്ക് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഈ സെമി കണ്ടക്ടർ സിലിക്കണിൽ നമ്മൾ പറയുന്നത് ഇൻട്രിൻസിക് ആണ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനകത്ത് നമ്മൾ ചില ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ചില ഡിഫറെന്റ് ആറ്റംസിനെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് എക്സ്ട്രിൻസിക്. ഇപ്പൊ ഇൻട്രിൻസിക് എന്താന്ന് നോക്കാം. An intrinsic semiconductor atom carry 4 electrons in the outer valence shell and has negligible conductivity. ഇപ്പൊ ഇതാണ് ഒരു പ്യുവർ ആയിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ. ഇവിടെ എടുത്തത് സിലിക്കൺ ആണ്. അപ്പൊ ഈ ഒരു സിലിക്കൺ ആറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് വാലൻസ് ഷെല്ലിൽ 1, 2, 3, 4 ആറ്റംസ് ആണ്. ഈ കാണുന്ന 4 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു സിലിക്കൺ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഉള്ളത്. ദെൻ നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും. ഇതൊരു സിലിക്കൺ ആറ്റമാണ്. അതിന്റെ തൊട്ടിപ്പുറമുള്ള ഒരു സിലിക്കൺ ആറ്റമാണ് ഇത്. അതിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ആറ്റമാണ് ഇത്. അതിന്റെ റൈറ്റിലുള്ള ഒരു ആറ്റം, ലെഫ്റ്റിലുള്ള ഒരു ആറ്റം, അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിലും ഉണ്ടാവും. എല്ലാ സൈഡിലും ഇതേപോലെ സിലിക്കൺ ആറ്റംസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു സിലിക്കൺ ആറ്റം അതിന്റെ തൊട്ടടുത്തുള്ള ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യും? ഒരു ഷെയറിംഗ് ഉണ്ടാക്കും. അതേപോലെ ഈ ഒരു ഇലക്ട്രോണായിട്ട് ഒരു ഷെയറിംഗ് ഉണ്ടാക്കും. ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഷെയറിംഗ് ഉണ്ടാക്കും, ഇത് ഇങ്ങോട്ടേക്ക് ഒരു ഷെയറിംഗ് ഉണ്ടാക്കും. അപ്പൊ നമുക്കറിയാം ഒരു ആറ്റം അതിന്റെ ഏറ്റവും സ്റ്റേബിൾ കണ്ടീഷനിൽ എത്തണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 4 ഓൾറെഡി അതിന്റെ സ്വന്തം ഉണ്ട്. അതിന് പുറമെ ഇവിടുന്ന് ഷെയറിംഗ് ഉണ്ട്, ഇവിടുന്ന് ഷെയറിംഗ് ഉണ്ട്, ഇവിടുന്ന് ഷെയറിംഗ് ഉണ്ട്, ഇവിടുന്ന് ഷെയറിംഗ് ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിലിക്കൺ ആറ്റത്തിന് മൊത്തത്തിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു 8 ആറ്റം ഉള്ള ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ ഈ ഒരു സിലിക്കൺ ആറ്റം ആണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ നിന്നൊരു ഷെയറിംഗ് ഉണ്ടാവും, ഇവിടെ നിന്നൊരു ഷെയറിംഗ് ഉണ്ടാവും, ഇവിടെ നിന്നൊരു ഷെയറിംഗ് ഉണ്ടാവും, പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ഷെയർ ഉണ്ട്. അപ്പൊ ഇതിനും ഒരു 8 ആറ്റം ഉള്ള ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സിലിക്കൺ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫോമിന്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും നമുക്ക് കറക്റ്റ് ആയിട്ട് 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ ഷെയറിങ്ങിന് പറയുന്ന പേരാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയും. അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഷെയറിങ് ചെയ്യുന്നതിന് കോവാലന്റ് ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോവാലന്റ് ബോണ്ട് വെച്ചിട്ടാണ് ഈ ഓരോ സിലിക്കൺ ആറ്റംസും ഇതിനകത്ത് എന്താകുന്നത്? സ്റ്റേബിൾ ആകുന്നത്. 8 ഇലക്ട്രോൺസ് ആണ് ഇതിനകത്തൊക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനകത്ത് എക്സ്ട്രാ ഇലക്ട്രോൺസ് ആയിട്ട് കിടക്കുന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ വഴി നമുക്ക് വേണമെങ്കിൽ എന്താ പറയുന്നത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്താൽ ആ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. ഈ ഇലക്ട്രോൺ നേരെ പോയിട്ട് ഇതിനെ മൂവ് ചെയ്യിക്കും. അങ്ങനെ കുറെ ഇലക്ട്രോൺസ് ഇതിനകത്ത് ഫ്രീ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് വഴി നമുക്ക് ഇതിനകത്തൊരു ഇലക്ട്രിക്കൽ എനർജീന്റെ ഫ്ലോ നടത്താൻ പറ്റും.
പക്ഷെ ഈ ഒരു കേസിൽ ഇതിനകത്ത് ഒരൊറ്റ ഇലക്ട്രോൺസ് പോലും ഫ്രീ ആയിട്ട് നിൽക്കുന്നില്ല, എല്ലാം ഷെയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? നെഗ്ലിജിബിൾ കണ്ടക്ടിവിറ്റി ആയിരിക്കും. പ്യുവർ ആയിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും. Then, to increase the conductivity of an intrinsic semiconductor, a controlled quantity of selected impurity atom is added to it to obtain an extrinsic semiconductor. അപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിലിക്കൺ ആറ്റത്തിനെ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു ആറ്റത്തിന് ഇതിനകത്തേക്ക് ഞാൻ കയറ്റി വിടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും ഡോപ്പിംഗ് ആണെന്ന് പറയാം. ഡോപ്പിംഗ് എന്നാണ് അതിന് പേര് പറയാം. അങ്ങനെ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇംപ്യൂർ ആയിട്ടുള്ള എന്തായി സെമി കണ്ടക്ടറായി. കാരണം പ്യൂർ ആയിട്ടുള്ള സിലിക്കണിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ ഇംപ്യൂർ ആയിട്ടുള്ള മറ്റൊരു ഇമ്പ്യൂരിറ്റിനെ ആഡ് ചെയ്യുന്നു, അത് ഇംപ്യൂർ ആയി. അപ്പൊ അതിന് പറയുന്നവരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫ്രീ ഹോൾസിനെ ഉണ്ടാക്കണം. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണ്, ഹോൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിനാണ് ഡോപ്പിംഗ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ആഡിങ് ദ ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് നോൺ ആസ് ഡോപ്പിംഗ്. അപ്പൊ ഡോപ്പിംഗ് വെച്ചിട്ട് ഈ പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ ആറ്റത്തിലേക്ക് നമുക്ക് ഈ ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നതാണ്, അതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന സെമി കണ്ടക്ടേഴ്സിനാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. Then, by doping, we can obtain p type and n type. p type എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക പോസിറ്റീവ് ടൈപ്പ്, n type എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടൈപ്പ്. അപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ബോറോൺ കാണാം. ബോറോണിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, 3 ഇലക്ട്രോൺ ആണുള്ളത്. അടുത്തത് വാക്കന്റ് ആണ്. വാക്കന്റ് മീൻസ് അതൊരു പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു ഇലക്ട്രോണിനെ കാണിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് ഈ ഒരു ബോറോണിനാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഒരു സിലിക്കൺ ആയിരുന്നു ആദ്യമേ ഉണ്ടായിരുന്നത്, പകരം ഞാൻ ഒരു ബോറോൺ ആഡ് ചെയ്താൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7 ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. ഒന്നുള്ളത് ഹോളാണ്. ദാറ്റ് മീൻസ് അതൊരു പോസിറ്റീവ് ആണ്. അങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയും പി ടൈപ്പ് സെമി കണ്ടക്ടർ. ദെൻ അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഫോസ്ഫറസ് ആണെന്ന് വിചാരിച്ചോ. ഫോസ്ഫറസിന്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിനാണ് ഞാൻ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 എക്സ്ട്രാ ആയിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടെ കിടക്കുന്നുണ്ട്. അത് കാരണം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പറയും നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമ്മൾ ഉണ്ടാക്കുന്നത്. ബോറോൺ പോലെയുള്ള ഒരു ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ 3 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ആറ്റമാണ് ആഡ് ചെയ്യുമെങ്കിൽ അതിന് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഫോസ്ഫറസ് പോലെയുള്ള ഒരു പെന്റാവാലന്റ് ആറ്റമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക് ഒന്നുമല്ല. ഈ ഒരു സോളാർ സെല്ലിന്റെ വർക്കിംഗ് പറയണമെങ്കിൽ ഈ ഒരു സംഭവം അറിയണമെന്നേ ഉള്ളൂ. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗമൊന്നുമല്ല. ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. Then, when a semiconductor is doped by an acceptor impurity, it becomes p type. Acceptor എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹോൾ ആണുള്ളത്. ഹോൾ ആണെങ്കിൽ അത് p type ആവും. When n type and p type material are joined, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു p type ഉണ്ടാക്കി ഒരു n type ഉണ്ടാക്കി, അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ സ്റ്റെപ്പായി നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ഒരു p type ഒരു n type എടുത്തു. സെമി കണ്ടക്ടേഴ്സ് p type and n type are brought together. ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് രണ്ടിനെയും അടുപ്പിച്ച സമയത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് മൈഗ്രേറ്റ് അക്രോസ് ദ ജംഗ്ഷൻ. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം ഹോൾസും അതേപോലെ ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യും. അതാണ് അടുത്ത പ്രോസസ് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡും ഇവിടെ ഒരു പോസിറ്റീവ് സൈഡും ആയി. അതിനാണ് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്ലീഷൻ ലെയർ അവിടെ ഫോം ചെയ്തു. ആ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഒരു നെഗറ്റീവായി ഇവിടെ ഒരു പോസിറ്റീവായി. ഇനി ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്ലീഷൻ ലെയറിനെ ക്രോസ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരിക. അതേപോലെ ഒരു പോസിറ്റീവിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ പോസിറ്റീവിനെ ക്രോസ് ചെയ്തിട്ട് വേണം റൈറ്റ് സൈഡിലേക്ക് പോകാം. അപ്പൊ ആ ഒരു ഡിപ്ലീഷൻ സോൺ എന്ന് പറയുന്നത് അവിടെ ഒരു എന്തുണ്ടാക്കാണ്, ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്തിട്ട് വേണം
ഇവിടുന്ന് ഒരു ഹോളിന് അങ്ങോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വരണമെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് പോവാനുള്ള എനർജിയാണ് എവിടുന്ന് കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ചിട്ട് ഈ ഇലക്ട്രോണിന് ഈ ഡിപ്ലീഷൻ ലെയറിനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് ഒരു PV പാനൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ മോൾ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു N ടൈപ്പ് സിലിക്കൺ. ഇതാണ് ഒരു N ടൈപ്പ് സിലിക്കൺ, ഇതാണ് ഒരു P ടൈപ്പ് സിലിക്കൺ. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് എന്തുണ്ടാവുന്നത്? ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നത്. അപ്പൊ സൺലൈറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഡിപ്ലീഷൻ ലെയർ, അതായത് ഈ ഭാഗത്തുള്ള ഡിപ്ലീഷൻ ലെയറിന് അക്രോസ് ആയിട്ട് ഹോൾസും ഇലക്ട്രോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അത് മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടിലെ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ഒരു ബൾബിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത്. When the solar cell PN junction is illuminated, ഈ ഒരു PN ജംഗ്ഷനിലേക്ക് ലൈറ്റ് എത്തുന്ന സമയത്ത് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റഡ് and the electric current will flow to the external circuit. അതായത് ഈ ഒരു PN ജംഗ്ഷൻ്റെ അകത്ത് സൺലൈറ്റ് വരുന്ന സമയത്ത് ഈ സൈഡിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഹോൾസിന് മുകളിലേക്കും ഈ സൈഡിലുള്ള ഇലക്ട്രോൺസിന് താഴേക്കും മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂവ് ചെയ്തിട്ട് ഈ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ വോൾട്ടൈക് എഫക്ട്. അപ്പം ബേസിക് ആയിട്ട് ഫോട്ടോ വോൾട്ടൈക് എഫക്ട് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് വേണ്ട കാര്യങ്ങളാണ് P ടൈപ്പ്, N ടൈപ്പ്, PN ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്താണ് ഫോട്ടോൺ എനർജി. ഇപ്പൊ ഫോട്ടോൺ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺലൈറ്റിലുള്ള എനർജിക്ക് പറയുന്നവരാണ് ഫോട്ടോൺ. അപ്പൊ സൺലൈറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടൈനി എനർജി കാപ്സ്യൂൾസ് കോൾഡ് ഫോട്ടോൺ. നമ്മൾ നേരത്തെ ഫോട്ടോ വോൾട്ടൈക് എഫക്ട് പറഞ്ഞപ്പോൾ ഈ ഒരു PN ജംഗ്ഷനിലേക്ക് എനർജി കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ സൺലൈറ്റിലുള്ള എനർജിക്ക് പറയുന്നവരാണ് ഫോട്ടോൺ. ആക്ച്വലി അത് സൺലൈറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്മോൾ എനർജി പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അങ്ങനെ ഓരോ പാക്കറ്റിനും പറയുന്ന പേരാണ് ഫോട്ടോൺ. സൺലൈറ്റ് വരിക മീൻസ് കുറെ എനർജി പാക്കറ്റ്സ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അസ്യൂം ചെയ്യുന്ന ആ ഒരു പാക്കറ്റിന്റെ പേരാണ് ഫോട്ടോൺ. The number of photons present in solar radiation depend upon the intensity of solar radiation. സോളാർ റേഡിയേഷന്റെ ഇന്റൻസിറ്റി പ്രൊപ്പോർഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്ന ഫോട്ടോൺ. ഫോട്ടോണിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഹയർ ഇന്റൻസിറ്റി ആയിരിക്കും, ഫോട്ടോണിന്റെ എണ്ണം കുറവാണെങ്കിൽ ലോവർ ഇന്റൻസിറ്റി ആവും. ആൻഡ് ദെയർ എനർജി കണ്ടന്റ് ഓൺ ദ വേവ് ലെങ്ത്. അതേപോലെ തന്നെ ആ ഒരു സൺലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോട്ടോൺ എനർജിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈസ് ഈക്വൽ ടു SV/λ. ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നതാണ്, ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. അപ്പം ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. V എന്ന് പറഞ്ഞത് ലൈറ്റിന്റെ സ്പീഡാണ്, 3 × 10⁸ m/s ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ ഇൻ മീറ്റേഴ്സ്. അപ്പോൾ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അറിയാം, അതേപോലെ അതിന്റെ സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ് ഓൾറെഡി അറിയാം. ഇനി ലാംഡ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റിലുള്ള എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സോളാർ സെല്ലിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ മെയിൻലി ഇതിൽ വരുന്നത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പൊ ഒരു സോളാർ സെല്ലിന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഒരു ഒരു ഡിപ്പെൻഡൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. എക്സ്പ്രസ്ഡ് ബൈ ദ കറണ്ട് കർവ്, കറണ്ട് ആൻഡ് വോൾട്ടേജ് കർവ് പ്ലോട്ടഡ് അണ്ടർ എ ഗിവൺ ഇല്യൂമിനേഷൻ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻ. ഇതിനാണ് ഒരു പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് സിഗ്നിഫിക്കന്റ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ISC എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും. അതേപോലെ VOC അതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ ആ ഒരു കർവ് പറയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. Then maximum useful power of the solar cell is represented by rectangle with the largest area. ആ ഒരു ഫിഗറിന്റെ അത് പറയാം. The cell yield maximum power, the current and voltage represented by IM and VM. IM ഉം VM ഉം എന്ന് പറഞ്ഞാൽ മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കറണ്ടും വോൾട്ടേജും ആണ്. ഇനി നമുക്ക് ആ ഒരു ഫിഗറിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഒരു PV സെല്ലിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിനകത്ത് ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കാണാം, VOC.
അപ്പൊ ഈ ഒരു ആക്സിൽ നമ്മൾ വോൾട്ടേജ് എടുക്കും, ഈ ഒരു ആക്സിൽ കറണ്ട് എടുക്കും. ഇത് 0 പോയിന്റ് ആണ്. ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് വോൾട്ടേജ് ഇൻക്രീസ് ആവും. അപ്പൊ ഇതിനകത്ത് ആരോ കാണിച്ചിട്ടുണ്ട്, മുകളിലേക്ക് പോകുന്ന സമയത്ത് വോൾട്ടേജ് ഇൻക്രീസ് ആവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കറണ്ട് ഇൻക്രീസ് ആവും. ഈ ഒരു പോയിന്റിൽ വോൾട്ടേജും കറണ്ടും 0 ആയിരിക്കും. അപ്പം ഒരു സോളാർ സെല്ല് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു സോളാർ സെല്ലാണ്. ഇതിനകത്തേക്ക് സൺലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സൺലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ആവും. ഇതൊരു പോസിറ്റീവ് ടെർമിനലും ഇതൊരു നെഗറ്റീവ് ടെർമിനലും ആണെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ആവും. ആ പ്രൊഡ്യൂസ് ആകുന്ന വോൾട്ടേജിനാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം. അങ്ങനെ പ്രൊഡ്യൂസ് ആയ ഈ ഒരു വോൾട്ടേജ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ആ ടൈമിൽ നമ്മുടെ കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ 0 ആണ്. ആ സമയത്ത് ഇവിടെയാണ് നമ്മുടെ കറണ്ട് വരിക. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ബൾബ് കാര്യങ്ങളൊന്നും കത്തിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ബൾബ് കത്തിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കറണ്ട് നമ്മൾ എടുക്കുന്നു എന്ന് പറയാം. ഒന്നും കണക്ട് ചെയ്യാത്ത സമയത്തുള്ള വോൾട്ടേജിനാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് കറണ്ട് 0 ആണ്. അപ്പൊ ഇതിനകത്ത് അതിനുശേഷം നമ്മളൊരു ബൾബ് കണക്ട് ചെയ്തു. ബൾബ് കണക്ട് ചെയ്തിട്ട് ആ ബൾബിന്റെ ഇന്റൻസിറ്റി നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് അവിടെ കറണ്ടിന്റെ വാല്യൂ എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ബൾബ് ഹയർ ബ്രൈറ്റ്നസ്സിൽ കത്തിക്കാൻ മീൻസ് അവിടെ ഹയർ എമൗണ്ട് ഓഫ് കറണ്ട് വേണം. ബൾബ് ലോവർ ബ്രൈറ്റ്നസ്സിലാണ് കത്തിക്കുന്നതെങ്കിൽ കറണ്ടിന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ കുറഞ്ഞൊരു കറണ്ട്, ദെൻ വീണ്ടും കറണ്ട് കൂടി, വീണ്ടും കറണ്ട് കൂടി, വീണ്ടും കറണ്ട് കൂടി, അങ്ങനെ കറണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി വരികയാണ്. ആ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. അപ്പം കറണ്ട് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? P = I × V ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയാം. അപ്പൊ മാക്സിമം ഏരിയ കിട്ടുന്ന ഈ ഒരു പോയിന്റ്, ഇതാണ് Pmax, മാക്സിമം പവർ. ആ മാക്സിമം പവർ കിട്ടുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിന് നമ്മൾ പറയും Imax. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ പറയും Vmax. അപ്പൊ മാക്സിമം വോൾട്ടേജും മാക്സിമം കറണ്ടും പറയുന്നത് മാക്സിമം പവർ കിട്ടുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ദെൻ നമ്മൾ നേരത്തെ കറണ്ട് കൂട്ടിയ പോലെ മാക്സിമം കറണ്ടിന്റെ അകത്ത് നമ്മൾ വീണ്ടും കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആ കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ കൂടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് വീണ്ടും കുറയും. ഇങ്ങനെ വോൾട്ടേജ് വന്നിട്ട് വോൾട്ടേജ് V = 0 എന്ന് പറഞ്ഞൊരു പോയിന്റിലെത്തും. ആ സമയത്ത് കറണ്ട് മാക്സിമം ആയിരിക്കും. ആ ഒരു ഇതിനാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു പോസിറ്റീവ് ടെർമിനലും ഈ ഒരു നെഗറ്റീവ് ടെർമിനലും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ആ ഒരു സമയത്ത് കറണ്ടിന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും, വോൾട്ടേജിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു PV പാനൽസിന്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണ് ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവും ടെർമിനൽ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ ഡയറക്ട്ലി കോണ്ടാക്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കറണ്ടിന് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയും. ദെൻ മാക്സിമം വോൾട്ടേജ് മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു PV പാനലിന്റെ അകത്ത് നമുക്ക് മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്തുള്ള വോൾട്ടേജിനും കറണ്ടിനുമാണ് IM VM എന്ന് പറയുന്നത്. അപ്പൊ IV ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫാണ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് ഇതേപോലെ പഠിച്ചു വെക്കുക. ഇതിനകത്ത് സാലിയന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതായത് VOC, VM, IM, ISC അതൊക്കെ പഠിച്ചു വെക്കുക. അതേപോലെ ആക്സിസ്, വോൾട്ടേജ്, കറണ്ട് ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. ദെൻ അതേപോലെ maximum efficiency of solar cell is defined as the ratio of maximum electrical power output to the incident radiation. അപ്പൊ എഫിഷ്യൻസി നമുക്ക് പറഞ്ഞാൽ അറിയാം, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അതാണല്ലോ എഫിഷ്യൻസി. അപ്പൊ ഒരു PV പാനൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ആ ഒരു കറണ്ട് ആണ്. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് IM × VM ആണ് നമുക്ക് മാക്സിമം കിട്ടുന്ന പവർ, ഡിവൈഡഡ് ബൈ സോളാർ റേഡിയേഷൻ വരുന്നതിന്റെ ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി, അതാണ് IS × ഏരിയ. എത്ര ഏരിയ ഓഫ് പാനലിലേക്കാണ് ഇത്രയും ഇന്റൻസിറ്റി വരുന്നത്, അതാണ് ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, അതിനാണ് എഫിഷ്യൻസി ഓഫ് ദ സോളാർ സെൽ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് സോളാർ സെല്ലാണ്. ഇപ്പൊ മെയിൻലി ഒരു 4 ടൈപ്പ് ഞാനിവിടെ പറയുന്നുണ്ട്.
അതിനകത്ത് ഈ ആദ്യത്തെ രണ്ടെണ്ണം മോണോ ക്രിസ്റ്റലൈൻ സോളാർ സെല്ലും അതേപോലെ പോളി ക്രിസ്റ്റലൈൻ സോളാർ സെല്ലും നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. അപ്പം ബാക്കി രണ്ടെണ്ണം വരുന്നത് അമോർഫസ് സിലിക്കൺ സോളാർ സെല്ലുണ്ട്, അതേപോലെ തിൻ ഫിലിം സോളാർ സെല്ലുണ്ട്. ഓരോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് മോണോ ക്രിസ്റ്റലൈൻ സോളാർ സെല്ല്. അപ്പം നമ്മൾ പല കണ്ടിട്ടുണ്ടാവും ഇത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പം ഒരു ബ്ലാക്ക് കളർ അപ്പിയറൻസ് ആയിരിക്കും വരിക. അതേപോലെ ഇതിൻ്റെ കോർണറുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. മോണോക്രിസ്റ്റലൈൻ സോളാർ പാനൽ ഈസ് മെയ്ഡ് ഓഫ് മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ. ഇത് ഉണ്ടാക്കിയേക്കുന്നത് സിലിക്കണിന്റെ ഏറ്റവും പ്യുറസ്റ്റ് ഫോമാണ് മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും, അതേപോലെ റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും. ദേ ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ആൻ ഈക്വലി ഡാർക്ക് ലുക്ക് ആൻഡ് റൗണ്ടഡ് എഡ്ജ്. ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക, ബ്ലാക്ക് കളർ ആയിരിക്കും, അതേപോലെ എഡ്ജ് ഒക്കെ റൗണ്ടഡ് ആയിരിക്കും. The reason for the high purity of silicon is that this type of solar panel has the highest efficiency of about 20%. അതായത് ഞാൻ പറഞ്ഞു പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ എഫിഷ്യൻസി അറൗണ്ട് ഒരു 20% മുകളിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് മോണോക്രിസ്റ്റലൈൻ സിലിക്കൺ സോളാർ പാനൽ. Then benefits of using monocrystalline solar panel have a higher power output. അതായത് എഫിഷ്യൻസി കൂടുതലാണ്, ദാറ്റ് മീൻസ് പവർ ഔട്ട്പുട്ട് കൂടുതലാണ്. പവർ ഔട്ട്പുട്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള പവർ ഔട്ട്പുട്ടിന് കുറഞ്ഞ സ്പേസ് മതി. ദാറ്റ് ഈസ് ഓക്യുപ്പൈ ലെസ് സ്പേസ് ആൻഡ് ലാസ്റ്റ് ലോങ്ങർ. ഇത് പ്യൂരിറ്റി ഒക്കെ കൂടുതലുള്ള സിലിക്കൺ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്താണ് ഏജ് കൂടുതലായിരിക്കും, ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദേ ആർ ഓൾസോ കോസ്റ്റ്ലി കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് സോളാർ പാനൽ. അതായത് സിലിക്കണിനെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്യൂരിഫൈ ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഈ പാനലിന്റെ കോസ്റ്റും കൂടുതലായിരിക്കും. Another benefit to consider that they are slightly less affected by high temperature. നമ്മുടെ ഈ ഒരു സോളാർ പാനൽ നമ്മൾ സൺലൈറ്റിൽ ഓപ്പൺ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് നോർമലി എന്താവും, ചൂടാവും. അപ്പം ചൂടാവുന്ന സമയത്ത് ഈ പാനലിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പവർ ഔട്ട്പുട്ട് കുറയും. പക്ഷെ ഈ മറ്റ് സോളാർ പാനലിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു മോണോക്രിസ്റ്റലൈൻ സോളാർ പാനലിന്റെ കേസിൽ ആ ഒരു പവർ ഡ്രോപ്പ് കുറവായിരിക്കും. അതായത് ചൂട് കൂടിയാൽ പോലും പവർ ഡ്രോപ്പ് വളരെ കുറവായിരിക്കും. അതാണ് മോണോക്രിസ്റ്റലൈൻ സോളാർ പാനലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തയാണ് പോളിക്രിസ്റ്റലൈൻ സോളാർ പാനൽ. ഇതാണ് നമ്മൾ നോർമലി എല്ലാ സ്ഥലത്തും കാണുന്നത്. ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും വരിക. അതേപോലെ കറക്റ്റ് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും വരുന്നത്, എഡ്ജ് ഒന്നും റൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. This type of solar panel has squares and it is angles are not cut. അതിന്റെ എഡ്ജുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതേപോലെ സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അപ്പിയറൻസ് ഇതായിരിക്കും, ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്പെക്കിൾഡ് ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. This solar panel is manufactured by melting raw silicon. ഇപ്പൊ നേരത്തെ നമ്മൾ മോണോക്രിസ്റ്റലൈൻ സോളാർ പാനലിന്റെ കേസിൽ പറഞ്ഞു അത് പ്യൂറസ്റ്റ് ഫോം ആണ്. പക്ഷെ ഇവിടെ റോ ആയിട്ടുള്ള സിലിക്കണിനെ മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് അത്ര പ്യുവർ ആയിട്ടുള്ള സിലിക്കൺ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു മോണോക്രിസ്റ്റലൈൻ പാനൽ. ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മറ്റേത് 20% ഇപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു അറൗണ്ട് 15% ആണ് ഇതിന്റെ ഒരു എഫിഷ്യൻസി പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്പേസ് നമുക്ക് കൂടുതൽ വേണ്ടി വരും. അതേപോലെ ലൈഫ് സ്പാൻ ഇതിന് കമ്പയർഡ് ടു മോണോക്രിസ്റ്റലൈൻ കുറച്ച് കുറവാണ്. എന്നാലും ഒരു 20 ഇയർ ഒക്കെ ഇത് സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Then they are affected to a great degree by warmer temperature. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിന്റെ എഫിഷ്യൻസി കുറയും. കമ്പയർഡ് ടു മോണോക്രിസ്റ്റലൈൻ ആ ഒരു ഡിക്രീസ് ഇൻ എഫിഷ്യൻസി കുറച്ചും കൂടെ കൂടുതലായിരിക്കും ഇതിന്റെ കേസ്. പിന്നെ അടുത്താണ് അമോർഫസ് സിലിക്കൺ സോളാർ സെല്ല്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ കാൽക്കുലേറ്ററിന്റെ മുകളിലൊക്കെ നമ്മൾ കാണുന്ന ചെറിയ ഒരു സോളാർ പാനലുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് സോളാർ പാനലൊക്കെ ഈ ഒരു അമോർഫസ് സിലിക്കൺ സോളാർ സെല്ലാണ് mainly used in the manufacture of a pocket calculator. The amorphous silicon solar panel uses triple layered technology. ഈ ഒരു ടെക്നോളജിന്റെ പേര്, ഈ ഒരു സിലിക്കൺ സെല്ല് ഉണ്ടാക്കുന്നതിന്റെ ടെക്നോളജി നമ്മൾ ട്രിപ്പിൾ ലെയർ ടെക്നോളജി എന്ന് പറയും. ഇറ്റ് ഈസ് മോസ്റ്റ് എക്സലന്റ് ഓഫ് എ തിൻ ഫിലിം വെറൈറ്റി. ഇതൊരു തിൻ ഫിലിം വെറൈറ്റി ആണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ട്രിപ്പിൾ ലെയർ ടെക്നോളജി. The thickness of the solar sheet is around 1 micrometer. അതിന്റെ സൈസ് തിക്നെസ് വരുന്നത് 1 മൈക്രോമീറ്റർ റേഞ്ചിലാണ്.
With only a 7% efficiency rate, these cells are less efficient than crystalline silicon 1. അതായത് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വെറും 7%. അത് പോളിക്രിസ്റ്റലൈൻ ആണെങ്കിൽ അത് 15 എത്തുന്നുണ്ട്, മോണോക്രിസ്റ്റലൈൻ ആണെങ്കിൽ അത് 20-21 റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇതിന്റെ കേസിൽ സ്പേസ് എഫിഷ്യൻസി ഒക്കെ വളരെ കുറവായിരിക്കും. Benefits of using the solar panel is that it is available at low cost. ഇതിന്റെ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കമ്പയർഡ് ടു ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ല് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കേസിൽ കോസ്റ്റ് കുറച്ചും കൂടെ കുറവാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് തിൻ ഫിലിം സോളാർ സെൽ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു ഫിലിം പോലെ നമുക്ക് മടക്കാനും ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു ടെക്നോളജി വെച്ചിട്ടാണ് ഈ ഒരു സോളാർ സെല്ല് ഉണ്ടാക്കുന്നത്. ദീസ് ആർ മെയ്ഡ് ബൈ പ്ലേസിംഗ് വൺ ഓർ മോർ ഫിലിം ഓഫ് PV മെറ്റീരിയൽ സച്ച് ആസ് സിലിക്കൺ, കാഡ്മിയം ആൻഡ് കോപ്പർ ഓൺ എ സബ്സ്ട്രേറ്റ്. അതായത് ഇതിന്റെ അടിഭാഗത്ത് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ആ ഒരു സബ്സ്ട്രേറ്റിന്റെ മുകളിൽ നമ്മളൊരു PN ജംഗ്ഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരു P ടൈപ്പും N ടൈപ്പും സിലിക്കണിന്റെ ഷീറ്റ് നമ്മൾ അതിന് മുകളിൽ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു PN ജംഗ്ഷൻ ഒക്കെ ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. They are easy to produce and cheaper due to low content required for the production. ഇതിന്റെ ഒരു കണ്ടൻസ് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിന്റെ യൂസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ലോ കോസ്റ്റ് ആണ്. തിൻ ഫിലിം സോളാർ സെൽ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ലെസ് അഫക്റ്റഡ് ബൈ ഹൈ ടെമ്പറേച്ചർ. ഇതിന്റെ എഫിഷ്യൻസി പൊതുവെ കുറവ് തന്നെയാണ്, എന്നിരുന്നാലും ഹൈ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള എഫക്റ്റ് ഇതിന് കുറച്ച് കുറവാണ്. അതേപോലെ ഫ്ലെക്സിബിൾ ആണ്, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇതാണ് 4 രീതിയിലുള്ള സോളാർ സെൽ. The disadvantage of the solar cell is that it takes more space due to lower efficiency. ഞാൻ ഓൾറെഡി പറഞ്ഞു അതിന്റെ എഫിഷ്യൻസി വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് ആവശ്യമുണ്ടാവും, അതായത് റിക്വയർഡ് ആയിട്ടുള്ള ഒരു പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ദെയർ ലൈഫ് സ്പാൻ ഈസ് ഷോർട്ടർ, ലൈഫ് സ്പാൻ കുറവാണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ബി ഇൻസ്റ്റാൾ വേർ എ ലോട്ട് ഓഫ് സ്പേസ് അവൈലബിൾ. നമുക്ക് ഒരുപാട് സ്പേസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ രീതിയിലുള്ള സോളാർ പാനൽസ് യൂസ് ചെയ്യാം. പിന്നെ ഇനി ഒരു സോളാർ പാനലിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾ ഓർത്ത് വെക്കണം, സിലബസിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മളൊരു സോളാർ പാനൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റോ ആയിട്ടുള്ള സിലിക്കൺ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ സിലിക്കൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെമി കണ്ടക്ടർ ആണ് നമ്മൾ അതിന് റോ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു സംഭവമാണ് ഇവിടെ ലാർജ് ഇങ്കോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഷേപ്പിലുള്ള സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇങ്കോട്ട്. അപ്പൊ ലാർജ് ഇങ്കോട്ടാണ് നമ്മൾ ആദ്യമേ എടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിലിക്കൺ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, ഈ ഒരു ഇങ്കോട്ട്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പീസ് ആക്കും. അതിനാണ് ഇങ്കോട്ട് എന്ന് പറയാം. അപ്പൊ ലാർജ് ഇങ്കോട്ടിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്കോട്ട് കിട്ടും. ഈ ഇങ്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ സൈസിലായിരിക്കും ഉണ്ടാവുക, സോളാർ സെല്ലിന്റെ സൈസിലായിരിക്കും ഉണ്ടാവുക. അതിനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കും. അപ്പം സ്ലൈസിങ് ആൻഡ് ക്ലീനിങ് അതാണ് അടുത്ത പ്രോസസ്സ്. അങ്ങനെ ഇതിനെ സ്ലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വേഫർ. ഈ ഒരു വേഫർ നമുക്ക് കിട്ടും. ആ ഒരു വേഫറെ നമ്മൾ ഫോസ്ഫറസ് ഡിഫ്യൂസ് ചെയ്യും, അതേപോലെ ബോറോൺ ഡിഫ്യൂസ് ചെയ്യും. ഫോസ്ഫറസ് ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് N ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ബോറോൺ ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് P ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സെമി കണ്ടക്ടേഴ്സിനെ P ടൈപ്പും N ടൈപ്പും സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഉണ്ടാക്കും. ദെൻ മേക്കിംഗ് മെറ്റൽ കോണ്ടാക്ട്. അപ്പോൾ ആ ഒരു ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത P ടൈപ്പ് N ടൈപ്പ് മെറ്റീരിയലിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, മെറ്റൽ കോണ്ടാക്റ്റുകൾ നമ്മൾ പിടിപ്പിക്കും. ദെൻ ഈ മെറ്റൽ കോണ്ടാക്റ്റുകൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യും, വയർ ചെയ്യും. അതായത് വയറിംഗ് മെറ്റൽ കോണ്ടാക്ട്. ഒരുപാട് സെല്ലുകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ വയറിംഗ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെല്ല് ഇവിടെ കിട്ടി, ഒരുപാട് സെല്ലിനെ ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് അടുത്ത പ്രോസസ്സ്. ദെൻ ഇത് നമ്മളൊരു സബ്സ്ട്രേറ്റിന്റെ മുകളിൽ, അതായത് ഒരു ഗ്ലാസ് സബ്സ്ട്രേറ്റിന്റെ മുകളിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്തെടുക്കും. ഇപ്പോൾ ഗ്ലാസ് സബ്സ്ട്രേറ്റ് നമ്മൾ ആ ഗ്ലാസിന്റെ മുകളിലാണ് നമ്മൾ ഈ പാനലിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ സെല്ലുകൾ എന്ത് ചെയ്യും, ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു. ദെൻ സീലിംഗ് വിത്ത് റെസിൻ ആൻഡ് ഫിലിം. അതായത് ഈ ഒരു സെല്ല് നമ്മുടെ ഗ്ലാസിന്റെ പുറത്ത് എക്സ്പോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ റെസിൻ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അത് ഉണ്ടാവുക. അതോടെ സോളാർ സെല്ലിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രെയിം വെച്ചിട്ട് 4 ഭാഗത്തും സപ്പോർട്ടിങ് കൊടുക്കും. അതോടെ ഒരു PV പാനൽ കിട്ടി. ഇങ്ങനെ ഒരുപാട് PV പാനൽസ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഫോട്ടോ വോൾട്ടേക് അറേ കിട്ടും. ഇങ്ങനെയാണ് ഒരു സോളാർ സെല്ലിന്റെ
പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ പുറത്ത് വെക്കുക, എന്നിട്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് സോളാർ സെൽ.